റോബോട്ടിനെ പ്രതിരോധിക്കാൻ സൈബോട്ടുകൾ, അതായത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ ഭാവിയിൽ മനുഷ്യകുലം തന്നെ മുടിക്കും എന്ന തിരിച്ചറിവിൽ നിന്ന് ഇലോൺ മസ്ക് രൂപം കൊടുത്തതാണ് ഈ സൈബോട്ടുകൾ. അതായത് മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പുകൾ ഘടിപ്പിക്കുക, ഉള്ളിൽ ചിപ്പുകൾ ഘടിപ്പിച്ച് അത് ഇൻ്റർനെറ്റ് കണക്റ്റഡാണ്. അങ്ങനെ മനുഷ്യനെ അതിമാനുഷികനാക്കുക. ഭാവിയിൽ റോബോട്ടുകളെ ആശ്രയിക്കാതെ മനുഷ്യന് തന്നെ റോബോട്ടുകൾ ഇന്ന് ചെയ്യുന്ന അതിമാനുഷികമായ കാര്യങ്ങൾ മനുഷ്യന് തന്നെ ചെയ്യാൻ കഴിയും. അതായത് പകുതി മനുഷ്യനും പകുതി മെഷീനുമായി മാറുന്ന ഒരവസ്ഥ. മനുഷ്യൻ ഉണ്ടുതാനും. ഇതാണ് ഇലോൺ മസ്കിൻ്റെ പുതിയ ഐഡിയ. അതിനുവേണ്ടി ന്യൂറോലിങ്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ്. അത് ഒരാളിൽ ഇങ്ങനെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചു കഴിഞ്ഞു, മറ്റൊരാളിൽ ഘടിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ ഭാവിയിൽ മനുഷ്യനെ എല്ലാം അതിമാനുഷികനാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞത്, നമ്മൾ മനുഷ്യനായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി കമ്പ്യൂട്ടർ പ്രോഗ്രാമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഏത് കാര്യവും ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ആ പഠനവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ഉടനെ ആ ലിങ്ക് നമ്മുടെ തലച്ചോറിലെത്തുന്നു ചിപ്പ് വഴി. അങ്ങനെ നമുക്ക് ആ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ഓരോ പ്രവൃത്തി, ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ ആ സർജൻ അദ്ദേഹം സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതേ ചിന്തിക്കുമ്പോൾ അതനുസരിച്ച് തലച്ചോറിൽ അറിവുകൾ വന്നുകൊണ്ടിരിക്കും. ഈ ചിപ്പ് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്ത് ഇങ്ങനെ അറിവുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. ഇതുപോലെ ഓരോ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അവർ ഈ ചിപ്പ് വഴി തന്നെ അവർ ചിന്തിക്കുമ്പോൾ തന്നെ ഇതെല്ലാം അവരുടെ മനസ്സിൽ ഓടിയെത്തും.